നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ശബരിയേട്ടന് ഇതുവരെ എന്നോട് ദേഷ്യം മാറിയില്ലാന്ന് തോന്നുന്നു. എന്റെ വീട്ടിൽ പോയി എന്റെ അച്ഛനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിന് ശബരിയേട്ടന്റെ അച്ഛനും ഇതിന് എന്നോട് ദേഷ്യം കാണിക്കുന്നേ? നീ ചുമ്മാ ഓരോന്നും തോണ്ടിവിടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഞാൻ എന്തെങ്കിലും പറയാൻ തുടങ്ങിയ അത് നിനക്ക് ക്ഷീണം കൂടെ ഉള്ളൂ. ക്ഷീണാവട്ടെ, എനിക്ക് ആരുടെ മുന്നിൽ ജയിച്ചു കയറണമെന്നൊന്നുമില്ല. ഞാൻ ഇതുവരെ എവിടെയും തോറ്റിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും. പക്ഷെ ഇന്ന് നീ അച്ഛനോട് പറഞ്ഞത് ഒരു മക്കളും സ്വന്തം അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ, അതും ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച്. ആ മനസ്സ് കീറി മുറിച്ച് നീ ഇങ്ങ് ഇറങ്ങി പോന്ന ശേഷം എന്റെ അച്ഛന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയോ? അറിയോന്ന്, പഞ്ചരത്നം വീട്ടില് ഇനി അനന്തം മാഷിന്റെ 16 അടിയന്തരം മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന്. ദേ, നീ ജനിച്ചു വളർന്ന വീടല്ലേ അത്. നിന്റെ അച്ഛൻ നിന്നെ മടിയിലിരുത്തി ചോറൂണ് നടത്തിയ അതേ തറവാട്ടില് നിന്റെ കുഞ്ഞിന്റെ ചടങ്ങ് നടത്തുന്നതില് നിനക്ക് അഭിമാനമല്ലേ ഉണ്ടാവേണ്ടത്? അല്ലാതെ എനിക്കത് വലിയ അഭിമാനമായിട്ടൊന്നും ഇപ്പോഴും തോന്നുന്നില്ല. ആ വീടിന്റെ ഐശ്വര്യമൊക്കെ പോയി. ഇനി അവിടെ നല്ലതൊന്നും നടക്കില്ല. അതുകൊണ്ടാ നമ്മുടെ മോന്റെ ചോറൂണ് ചടങ്ങ് അവിടെ വെച്ച് നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതെ ശബരിയേട്ടാ, നമുക്ക് മോന്റെ ചോറൂണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട 10-15 പേര് മാത്രം മതി. നമുക്കൊരു വണ്ടി വിളിച്ചു പോവാം. ആരാണ് വേണ്ടപ്പെട്ടവര് ആരാണ് വേണ്ടാത്തവരെന്ന് നീ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്. എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ഹലോ, ആരാ? ഞാൻ കോളേജിലെ വാർഡൻ ഗ്രേസിയാ. ശബരിനാഥല്ലേ? അതെ, എന്താ മാഡം കാര്യം? മഞ്ചാടി എന്ന സ്റ്റുഡന്റിനെ ഇവിടെ ചേർക്കുമ്പോ അവളുടെ അച്ഛൻ എമർജൻസി കോണ്ടാക്ട് ആയിട്ട് നിങ്ങളുടെ പേരും നമ്പറും ഇവിടെ തന്നത്. മഞ്ചാടിക്ക് എന്താ മാഡം പ്രശ്നം? നിങ്ങളും ആ കുട്ടിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ആ കുട്ടിയുടെ അടുത്ത ബന്ധുവാണോ? ഞാനവളുടെ ചേച്ചിയുടെ ഹസ്ബൻഡാ. ആ കുട്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് സീരിയസാ. ആക്സിഡന്റോ? ഞങ്ങളിവിടെ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം. ശരി, ഞാൻ ഉടനെ എത്താം. ശരി. എന്താ മഞ്ചാടിക്ക് എന്താ പറ്റിയത്? അത് ചെറിയൊരു ആക്സിഡന്റാ, പേടിക്കാനൊന്നുമില്ല. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനും വരുന്നു ശബരിയേട്ടാ, എനിക്ക് മഞ്ചാടിയെ കാണണം. നീ ഇപ്പൊ വന്നാൽ ശരിയാവില്ല. ഞാൻ അളിയനെയും കൂട്ടി പോയിക്കോളാം. ശബരിയേട്ടാ, മഞ്ചാടിക്ക് എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലതേ. ഞാൻ അവിടെ ചെന്നിട്ട് നിന്നെ വിളിക്കാം. ആ പിന്നെ നീ ഇപ്പോ അച്ഛനെ വിളിച്ച് നീ കാര്യം അറിയിക്കണ്ട. അവരറിഞ്ഞ വെറുതെ പേടിക്കും.